ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേടാ? നമ്മുടെ ഓണം എക്സാം ആണല്ലേ ഇവിടെ എത്തിയേ. ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ. മാത്സ് ഒക്കെ സെറ്റ് ആകണ്ടേ? യെസ്, മിസ് ഉണ്ടാവും മക്കളുടെ കൂടെ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മുടെ ഓണമായിട്ട് നമ്മുടെ സൈലം ഓണം ഓഫർ ആയിട്ട് പ്രാണ ബാച്ച് വളരെ ചെറിയൊരു ഫീസിനാണ് കൊടുക്കുന്നത്. 20% ഓഫിലാണ് നമ്മുടെ പ്രാണ ബാച്ച് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമ്മൾ ഫുൾ ചാപ്റ്റർ ഒക്കെ ആദ്യം മുതൽ റിവൈസ് ചെയ്യായിരിക്കും. ഓണം എക്സാമിനുള്ള പോർഷൻസ് ഒക്കെ വീണ്ടും നമ്മൾ പഠിക്കുകയായിരിക്കും. അങ്ങനെ സൂപ്പർ ആയിട്ട് സെറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ആരും ലേറ്റ് ആവണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാണ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ അതിന് മുന്നിടാ മിസ് ഒരു ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, കോയമ്പത്തൂരിൽ നിന്ന് 22:30 പുറപ്പെടുന്ന ഒരു ബസ് അടുത്ത ദിവസം രാവിലെ 4:15 കോഴിക്കോട് എത്തിച്ചേരുന്നു. ബസ് യാത്രയ്ക്ക് എടുത്ത സമയം എത്ര? യെസ്, എന്താണെടാ കണ്ടുപിടിക്കട്ടെ. ഇത് ഏത് ചാപ്റ്ററിലെ ചോദ്യമാണ്? സമയചക്രം അഥവാ വീൽ ഓഫ് ടൈം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലെ ചോദ്യമാണ് അല്ലെ. നമ്മളോട് ഇവിടെ ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ? 22:30 എന്നുള്ള സമയത്തിന് നമ്മൾ AM ഓർ PM എന്നാക്കി മാറ്റണം. അതിന് എന്തായിരുന്നു ചെയ്യണ്ടേ? അതേടാ, 22:30 നമ്മള് 12 കൊണ്ട് മൈനസ് ചെയ്യും അല്ലേ. 12 കൊണ്ട് കുറച്ചാൽ നമുക്ക് സാധാ സമയം കിട്ടും. എന്നിട്ട് അതിനോടോ AM-ഉം PM-ഉം നമ്മൾ ചേർക്കണം അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്. അപ്പൊ ഇതാ 0 - 0 0 ആണ്. 3 - 0 3 ആണ്. 2 - 2 0 ആണ്. 2 - 1 1. 10:30 എന്താണ്? യെസ്, 10:30 PM ആണ്. അതെങ്ങനെയാണ്? യെസ്, 24 മണിക്കൂർ ക്ലോക്കിലാണ് നമുക്ക് 22:30 കിട്ടിയത്. അപ്പൊ ഉറപ്പായും അത് എന്താണ്? അത് PM ആണല്ലേ. യെസ്, 1 മണി മുതലുള്ളതല്ലേ നമ്മൾ അങ്ങനെ 24 മണിക്കൂറിൽ കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇതാ 10:30 PM ആയി. സെറ്റ് അല്ലേ? ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടില്ലേ? ഒരു ബസ് അടുത്ത ദിവസത്തേക്ക്, അതായത് 10:30 10:30 PM പുറപ്പെട്ട ബസ് രാവിലെ 4:15 എത്തിയത്. 4:15 എത്തിയത്. 10:30 പുറപ്പെട്ട് 10:30 PM പുറപ്പെട്ട് 4:15 AM എത്തിയത്. 4:15 AM എത്തിയത്. ഇനിയോ ബസ് യാത്രക്ക് എടുത്ത സമയം എത്ര സമയമാണ് ബസ് യാത്രക്ക് എടുത്ത എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടേ. നമ്മൾ എങ്ങനെ തുടങ്ങുവടാ? യെസ്, 10:30 PM 10:30 PM to 12 AM 12 വരെ അതെടുത്ത സമയം എത്രയായിരിക്കും? എല്ലാവരും പറഞ്ഞേടാ. എത്രയാണ്? യെസ്, 10:30 കഴിഞ്ഞാൽ 11:30. അപ്പൊ 1 മണിക്കൂറായി. 11:30 മുതൽ 12 വരെയോടാ. യെസ്, അരമണിക്കൂർ. അപ്പൊ 1 hour 30 minutes എടുത്തല്ലേ. ഇനിയോ? ഇനി 12 AM മുതല്, അതായത് 12 AM മുതല് 4:15 AM വരെ എത്ര സമയം എടുത്തു? 12 കഴിഞ്ഞാൽ 1 2 3 4. അപ്പൊ 4 മണിക്കൂറായി. കൂടെയോടാ, കൂടെ ഈ ഒരു 15 minutes-ഉം. അപ്പൊ എത്രയായടാ? 4 hour 15 minutes. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂട്ടിയാ പോരെ? ഈ 1 hour 30 minutes-ഉം 4 hour 15 minutes-ഉം കൂട്ടിയാ പോരെ? യെസ്, അങ്ങനെ ചെയ്താൽ മതിയല്ലേ. 1 hour 30 minutes പ്ലസ് 4 hour 15 minutes. എങ്ങനെ ചെയ്യും? 30 minutes plus 15 minutes എത്രയാണടാ? 0 + 5 5 ആണ്. 3 + 1 4 ആണ്. 45 minutes ആയി. 4 + 1 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 5 hour 45 minutes ആണ് ആ ഒരു ബസ് എടുത്തിട്ടുള്ളത്. എളുപ്പമല്ലേ? യെസ്, ഇത്രയും സൂപ്പർ ആയ ചോദ്യങ്ങളാണ് കേട്ടോ നമുക്ക് എക്സാംസിനൊക്കെ വരിക. അപ്പോ എല്ലാവരും മറക്കാതെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ഓണം ഓഫർ ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. സെറ്റ് അല്ലേടാ? അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.